ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം. ലോകത്തിലുള്ള എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റോട് കൂടിയ ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറിയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിൽ ഗരം മസാല പൊടിയായിട്ട് ചേർക്കുന്നില്ല, അല്ലാതെ ഓൾ സ്പൈസസ് ആയിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് 1.25 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 1 കിലോയിൽ 250 ഗ്രാമും. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുമിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. നോർമൽ മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതിന്റെ എരിവിനനുസരിച്ചിട്ട് 1.5-2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്താൽ മതിയാകും. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 15-18 അല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് കഴുകിയിട്ട് കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണിത്. ഇതിൽ നിന്നും ഒരൽപ്പം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 10 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. തക്കോലം പൂവായിട്ടാണെങ്കിൽ ഒരു 3 പൂ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇതളുകളായിട്ട് അടർത്തി എടുത്തതാണെങ്കിൽ ഒരു 15 തക്കോലത്തിന്റെ പെറ്റൽസ് അത് ചേർത്ത് കൊടുക്കുക. 3 പീസ് കറുവാപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. 5 ഏലക്ക ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴായിരിക്കും ആ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുക. 1 കപ്പ് സവാള അരിഞ്ഞെടുത്തതാണ്, ഇത് കുമിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ ഇത് വഴന്നു കിട്ടും. ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ ബാക്കി വന്നത്, അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ അരിഞ്ഞെടുത്തതാണ്, ഇത് 1 കപ്പ് ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ഉണ്ടല്ലോ ബാക്കിയുള്ളത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ ചിക്കനിൽ പുരട്ടിയിരിക്കുന്ന മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. ഏകദേശം ഒരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ചിക്കനിൽ നിന്നും ഒരല്പം വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. ഈ സമയത്ത് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml മെഷർമെന്റ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.25 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിന്റെ അടപ്പ് കൊണ്ട് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കുക. അപ്പൊ ഇത് മീഡിയത്തിൽ തന്നെ ഒരുവിധം നല്ല ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ബ്രോയിലർ ചിക്കൻ ആണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ചിരിക്കും ആ ചിക്കൻ വെന്ത് കിട്ടാനുള്ള സമയം എന്ന് പറയുന്നത്. നോർമൽ കണക്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് കുക്കറിൽ ചിക്കൻ വെന്തിട്ടുണ്ടാവും. എന്റെ കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിച്ചിട്ടാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിന്റെ അടപ്പ് തുറന്ന ശേഷം ഇതൊരു 10-12 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഒരല്പം മല്ലിയില അരിഞ്ഞതും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ എരിവ് നോക്കിക്കോണം, എന്നിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കഴിഞ്ഞിരുന്നാൽ ആ പച്ചമുളകിന്റെ ഫ്ലേവർ ആ കറിയിൽ നന്നായിട്ടുണ്ടാവും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ.
കഴിയുമ്പോഴേ കറിയിൽ ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഈ കറി കഴിക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ ഗരം മസാല പൊടിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ കറിയെ കാട്ടിയും എനിക്ക് പേഴ്സണലി ഈ ചിക്കൻ കറിയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നാറുള്ളത്. അപ്പൊ നിങ്ങളും ചിക്കൻ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തു. ഹാപ്പി കുക്കിംഗ്.